കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എനിക്ക് പറഞ്ഞത് ഇവിടെ രാജേഷിന് ഏറ്റവും ഇഷ്ടമുള്ളത് വണ്ടീന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചേട്ടാ ഇത് ഓസ്റ്റിൻ 7 അല്ലേ? റൂബി അല്ലേ? ഓസ്റ്റിൻ 7 റൂബി അല്ലേ? ഇത് ഏത് മോഡലാണ്? 1928. ഇറ്റാലിയനിലെ ടോപ്പൊലിനോ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ മൗസ് എന്നാണ്. അതായത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. വിന്റേജ്, ആന്റിക്സ്, അല്ലെങ്കിൽ ക്ലാസിക്, സൂപ്പർ ക്ലാസിക്. എഞ്ചിൻ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ then ബോഡി ബാലൻസ് ചെയ്യും. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമാണ് നല്ല ചികിത്സ കിട്ടുക എന്നുള്ളത്. അപ്പം നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സ തേടുന്ന പോലെയാണ് കാറിൻ്റെ ആരോഗ്യം. എസ്പെഷ്യലി വിൻറ്റേജ് കാർസ്, ക്ലാസിക് കാർസ് ഒക്കെ. അതിൻ്റെ പണി അറിയാവുന്നവരും അത് പ്രോപ്പറായിട്ട് ചെയ്തു തരാൻ പാഷനേറ്റ് ആയിട്ടുള്ളവരും ഇന്നിപ്പോൾ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഡോക്ടറാണ് ആ ഹോസ്പിറ്റലിൻ്റെ സക്സസിൻ്റെ പിറകിൽ, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. ഇവിടെയും ഉണ്ട് അതുപോലെ ഒരു ഡോക്ടർ, രാജേഷ് അമ്പാൾ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാടാണ്. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ചേട്ടൻ എന്ന് പറയാമോ, ചേട്ടൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയാണോ? അല്ല, എനിക്ക് മെയിൻലി പ്രിന്റിംഗ് ആണ്. ഓഫ്റ്റർ പ്രിന്റിംഗ് ആണ്. പ്രിന്റിങ്ങും വർക്ക്ഷോപ്പും തമ്മിൽ ഒരു ബന്ധമില്ല. ഇതൊരു പാഷനാണ്. പാഷന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോ നല്ലൊരു വിജയമായിട്ട് ഇപ്പൊ 4 വർഷമായി. 100 കാറോളം പണി കഴിഞ്ഞു പോയിട്ടുണ്ട്. 100 കാറോളം പണി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ആ കോവിഡ് കാലത്താണ് ഓക്കെ. അപ്പൊ ഈ ഒരു 4 കൊല്ലത്തിൽ ഇത്രയും ഒരു സക്സസ് ആകുക എന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എന്താണ് എളുപ്പമെന്നല്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതെ, നമ്മൾ അതിന്റെ പാഷൻ ആയിട്ട് നമ്മൾ അതിന് ആ ഇൻട്രസ്റ്റ് ഫീൽഡിൽ കൊണ്ടുവരണം. ഒന്ന്. 2, നിങ്ങളുടെ ആ ടീം, അതാണ് വിജയം. ഓക്കെ. അത് ജോലിക്കുള്ള ആളല്ലേ. പലപ്പോഴും ചെറിയ ചെറിയ മെയിൻ്റനൻസ് പോലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുചെല്ലുമ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു താല്പര്യത്തോടു കൂടിയല്ല അവരത് കൈകാര്യം ചെയ്യുന്നത്. ഈ കാറാണോ പറ്റില്ല എന്ന് അവോയ്ഡ് ചെയ്ത് വിടുന്ന പല ഇൻസിഡൻസും ഉണ്ട്. അതിന് കാരണങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോസ്റ്റിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഒരു നോർമൽ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി സർജറി പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 10,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നോർമൽ ഹോസ്പിറ്റലിൽ 1,000 റുപ്പീസ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഡിഫറൻസ് എന്താ പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, കോസ്റ്റ് ഓഫ് ആ സീനിയർ സ്റ്റാഫ്, മിഷനറീസ്, പ്ലേസ്, ഇതെല്ലാം കൂടി വരുമ്പോൾ കോസ്റ്റിംഗ് എന്തായാലും കൂടും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിൽ നമ്മൾ നോക്കുന്നത്. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബേസിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം ചേട്ടനെ കുറച്ച് പ്രീമിയം ആയിട്ടാണോ ചെയ്യുന്നത്? അബ്സൊല്യൂട്ട്ലി. നമ്മൾ എന്താ പറഞ്ഞാൽ പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രം നമ്മൾ ചെയ്യാറുള്ളൂ. കസ്റ്റമേഴ്സ് വരാറുണ്ട്, ചെറിയ വർക്കിന് വരാറുണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ബിക്കോസ് നമ്മൾ എന്താ പറഞ്ഞാൽ ഈ സാധനങ്ങൾ, ഈ സ്പേസ് ഒക്കെ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടില്ല, പറഞ്ഞത് ഒരു 50 years ഉണ്ടാവും സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചേട്ടൻ്റെ ചെറുപ്പകാലം മുതലേ ഇതിന്റെ സ്പേസാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. ഒരു സ്പേസിന് ഒരു ലോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഈയിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കടകൾ അങ്ങനെ വാങ്ങിക്കാം, പഴയ കടകൾ ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യണം, അങ്ങനെ സ്റ്റോക്ക് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഒരു ഓക്കെ. ഇപ്പോഴത്തെ മേക്ക് സെൻസ്. ചേട്ടൻ ഇത് ഈ ബിസിനസ്സിലായതുകൊണ്ട് വേണം, സ്പേസ് വേണം. അപ്പോൾ പണ്ട് ഈ 50 years ആയിട്ട് 50 years പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മറ്റേ അതിൻ്റെ എൻ്റെ അടുത്ത് കാറുകൾ ഉണ്ടായിരുന്നു. കുറച്ച് കാറുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കാലത്ത് കാറുണ്ടായിരുന്നു, മുത്തശ്ശൻ്റെ കയ്യിൽ കാറുണ്ടായിരുന്നു. അത് അന്ന് സ്റ്റുഡിയോ ബേക്കർ, അങ്ങനെ പല തലമുറകളായിട്ട് നമ്മുടെ കാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്പേസ് നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പൊ അങ്ങനെ അതിൽ ആഡ് ഓൺ ഇങ്ങനെ വന്നതാണ്. വീട്ടിൽ തന്നെ ഒരു വണ്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്. ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, നെക്സ്റ്റ് ഒരു എൻ്റെ ഒരു 10 yearsനുള്ള സ്റ്റോക്ക്. ചേട്ടന് എന്ത് കാസാണ്, എത്ര വർഷം പഴക്കമുള്ളത്? എനിക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് വന്നിട്ട് ഒരു 60s ബാക്കിലുള്ള വണ്ടികളാണ് ഇഷ്ടം. അതിനുശേഷം എല്ലാം സൂപ്പർ ക്ലാസിക്, സൂപ്പർ ക്ലാസിക്. അതെന്താ അതിന്റെ വ്യത്യാസം? എല്ലാവരും ഇപ്പൊ അംബാസഡർ കാറിന് വിന്റേജ് കാർ എന്ന് പറയുന്നത്. അംബാസഡർ കാർ വിന്റേജ് കാർ പെടില്ല. അത് ക്ലാസിക് സൂപ്പർ ക്ലാസിക് ആണ്. വിന്റേജ് അംബാസഡറിൽ പെടില്ല. അത് സൂപ്പർ ക്ലാസിക് ആണല്ലേ. അതായത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. വിന്റേജ്, ആന്റിക്സ്, അല്ലെങ്കിൽ ക്ലാസിക്, സൂപ്പർ ക്ലാസിക്. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ഉണ്ട് അല്ലേ? ഉണ്ട്. 1990 മുതൽ 1930 വരെയാണ് വിന്റേജ്.
ഓക്കെ, പുറകിലോട്ട്. അപ്പൊ 1930 to 1990 എന്ന് പറഞ്ഞാൽ 1919 മുതൽ 1930 വരെ, 1919 അല്ലേ? ഓക്കെ, 1919 19 മുതൽ 1930 വരെയാണ് വിന്റേജ്. വിന്റേജ്. ഓക്കെ, അതിന് ബാക്കിലുള്ളത് 1919 ബാക്കിൽ വന്നിട്ട് ആന്റിക്സ് ആണ്. ആന്റിക്സ് ആണ്. ഫോർഡ് ടി മോഡൽ ടി ഫോർഡ് ഒക്കെ ആന്റിക്സിൽ പെടും. ഓക്കെ ഓക്കെ. അതിനുശേഷം 1930 ശേഷമാണ് വിന്റേജ്. ഓക്കെ, ക്ലാസിക്. 1930 തൊട്ട് ശേഷമാണ് ക്ലാസിക്. 1970 ശേഷം സൂപ്പർ ക്ലാസിക്. 1930 തൊട്ട് 70 വരെ ക്ലാസിക് ആണ്. 1970 തൊട്ട് 95 വരെ സൂപ്പർ ക്ലാസിക്. ഇതെല്ലാം നിങ്ങൾ പറയുന്ന അംബാസഡേഴ്സ് എല്ലാം സൂപ്പർ ക്ലാസിക്, എക്സെപ്റ്റ് ഓച്ച്വി ആൻഡ് ഓച്ച്വി ആൻഡ് മാർക്ക് 2 ചില കാറുകൾ മാത്രം. 68 70 വന്ന മാർക്ക് 2 അത് മാത്രമേ ഉള്ളൂ ക്ലാസിക്കിൽ പെടുള്ളൂ. ബാക്കി എല്ലാം സൂപ്പർ ക്ലാസിക്. ശരി, ഓക്കെ. പക്ഷെ ആൾക്കാർ ആ ടേം ആയിട്ട് സംസാരിക്കുന്നത് വിന്റേജ് വിന്റേജ് കാർ. എന്റെ അടുത്ത് വിന്റേജ് കാർ ഉണ്ടെന്ന്. അതല്ല, എന്റെ അടുത്ത് ഒരു ക്ലാസിക് കാർ ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ക്ലാസിക് കാർ. അതൊരു ഗ്രേറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇത് വിന്റേജിൽ വരുന്നതാണോ അതോ ഇത് വിന്റേജിൽ പെടുന്നതാണ്? 28. ഓക്കെ. അപ്പൊ രാജേഷ് ചേട്ടൻ പറഞ്ഞത് മാം ആണ് വർക്ക്ഷോപ്പ് മാനേജ് ചെയ്യുന്നത്. കാര്യം അദ്ദേഹത്തിന് വേറെ ബിസിനസ് ഉണ്ട്. അപ്പം ഇൻ ആൻഡ് ഔട്ട് എല്ലാം ചെയ്യുന്ന മാം ആണ്. അപ്പം ഹാറ്റ്സ് ഓഫ് ടു യു. ദ റീസൺ ഈസ്, സാധാരണ ഇതുപോലെ ഇങ്ങനെ വണ്ടി പ്രാന്തന്മാരെന്ന് നമ്മൾ പറയുന്ന പോലെ അങ്ങനെയുള്ളവരുടെ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. മാം ആണ് ഈ ഒരു ബിസിനസ് തന്നെ മാനേജ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബേസിക്കലി ഇൻട്രസ്റ്റ് വരാൻ വന്നിട്ട് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എനിക്ക് പറഞ്ഞത് ഇവിടെ രാജേഷിന് ഏറ്റവും ഇഷ്ടമുള്ളത് വണ്ടീന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു പാഷൻ വേണമല്ലോ. ഏതൊരു ഫാമിലിയിലോ ഹസ്ബൻഡ് ആൻഡ് വൈഫോ കൂടെ ഉള്ളവർക്ക് ഒരു കോമൺ ഗ്രൗണ്ട് വേണം. സോ വി ഫൗണ്ട് ദാറ്റ് വെഹിക്കിൾസ് വാസ് എ കോമൺ ഗ്രൗണ്ട്. അപ്പൊ മൂപ്പറിന് കുറെ he likes to take the family along with him എപ്പോഴും. ഫസ്റ്റ് വണ്ടി നമ്മൾ വാങ്ങിച്ചത് പോലും കൂടെ എന്നെയും വിളിച്ചിട്ട് പോയിട്ടാണ് എടുത്തത്. അപ്പൊ അങ്ങനെ അതൊരു ഇതായിരുന്നു, മോറിസ്. അപ്പൊ അതെടുക്കുമ്പോ ഞങ്ങള് വീട്ടിൽ തന്നെ അത് ഫുൾ റെസ്റ്റോറേഷൻ തന്നെ ചെയ്തു. കുറെ വർഷങ്ങൾ മുമ്പിൽ വരെ ഞങ്ങൾ ഫുൾ റെസ്റ്റോറേഷൻ വീട്ടിലാണ് ചെയ്യുന്നത്. എല്ലാ വണ്ടികളും വീട്ടിലത്തെ വണ്ടികൾ വീട്ടിൽ തന്നെ റെസ്റ്റോറേഷൻ. അപ്പൊ ഫുൾ ടീം ഇവിടെ തന്നെ ഇരുന്ന് പണിയെടുക്കും. അപ്പൊ വണ്ടികളൊക്കെ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഫുൾ മെക്കാനിക്കൽ ടീം ഇവിടെ തന്നെ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെ പെയിന്റിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരുന്നു നമ്മള് ഹൗസിൽ തന്നെ ഒരു സെറ്റപ്പ് ആയിരുന്നു. കുറെ കൊല്ലങ്ങൾ കൂടെ മൂപ്പറുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഓരോരോ ഷോസിൽ കൂട്ടിയിട്ട് പോകും. പിന്നെ വണ്ടികൾ മക്കളുടെ പോലും അതിൽ ഇൻട്രസ്റ്റിൽ കൊണ്ടുവന്നതായിരുന്നു. 2 ഡോട്ടേഴ്സ് ആണ്, 2 പേരും വർക്കിംഗ് ആണ്. വെരി മച്ച് വെരി ഇൻട്രസ്റ്റഡ്. അവർക്ക് അറിയാം ഏത് കാർ എന്താണെന്നുള്ളതെല്ലാം അറിയാം. പിന്നെ അവരാണ് എല്ലാ കളേഴ്സ് ചൂസിങ്ങും അപ്ഹോൾസ്റ്ററി ചൂസിങ് എല്ലാം അവർ തന്നെ ചൂസ് ചെയ്യും. ബട്ട് യെസ്, അവരപ്പോ ചെറിയ വയസ്സിൽ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ്. സോ എൻറ്റയർ ഫാമിലി അങ്ങനെ ഫുൾ. You also drive? Yes, I know to drive. Yes. But our vehicles, I don't drive the vintage cars. I hardly drive. Because usually Rajesh has his own team, like him and few of our main mechanics are allowed to drive, and we have a driver who's trained to drive all these cars. Because ഇവരൊക്കെ ശരിക്കും നല്ല പ്രായമുള്ള വണ്ടികളാണ്. റാഷ് ആയിട്ട് എടുത്ത് ഇങ്ങനെ ഓടിക്കാനോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പോലും അത് ഭയങ്കര വില പിടിച്ച സംഭവം ആവും. ഇറ്റ്സ് ലൈക്ക് ഹാവിങ് ഒരു 80-year-old 90-year-old ഗ്രാൻഡ് മദർ നമ്മുടെ കൂടെ. അവരെ കൊണ്ട് നമ്മള് സ്പീഡ് റേസിൽ ഓടിപ്പിക്കാൻ ചെയ്താൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുപോലെ. ബട്ട് ഫാക്ടറി ഓൾസോ ഇസ് ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ ഫാക്ടറി തുടങ്ങി വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ കാസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് വെരി വെരി ക്ലോസ് ഫ്രണ്ട്സിന്റെ വണ്ടികൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ സ്ലോലി വി സ്റ്റാർട്ടഡ് ഗ്രോയിങ്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അവരുടെ അടുത്ത് വന്ന് എവിടെയാ ചെയ്തത് അങ്ങനെ ചോദിച്ചു വന്ന് അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ കുറെ കോൾസ് ഒക്കെ കിട്ടി. ദെൻ സ്ലോലി അത് അങ്ങനെ കുറെ വലുതായി. ആൻഡ് എവറി സ്റ്റെപ്പ് ഓഫ് ദറ്റ് വേ ദോ നമ്മൾ ഫാക്ടറി ടേക്കിംഗ് കെയർ. വി ഹാവ് എ വണ്ടർഫുൾ ടീം അവിടെ. ഫുൾ മെക്കാനിക്സ്, ടിങ്കേഴ്സ്, പെയിന്റേഴ്സ്, അപ്ഹോൾസ്റ്ററി, ഇലക്ട്രീഷ്യൻസ്, ഫുൾ ടീം ഉണ്ട് അവിടെ. എല്ലാവരും പണിയെടുക്കും. പക്ഷെ ഒരു കീൻ ആയി പറയണത് ഇറ്റ്സ് രാജേഷ് ഓൺലി. ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ കണ്ണിൽ ശ്രദ്ധയിൽ പെടും. ചില സാധനങ്ങൾ നമുക്ക് ബിക്കോസ് ജന്മനായ he has this passion for vehicles. So even the smallest and minutest details will hit his eye. നമുക്ക് പോലും ശ്രദ്ധയിൽ ചിലപ്പോ ഒരു നട്ടും ബോൾട്ടും നമുക്ക് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോ കണ്ണിൽ ഇങ്ങനെ മിസ്സാവും. പക്ഷെ രാജേഷിന്റെ കണ്ണിൽ ഫസ്റ്റ് അത് തന്നെ പെടുന്നു. So he's trained us like that and his passion with the entire team takes forward. കംപ്ലീറ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സസ്പെൻഷൻ വർക്ക്, എഞ്ചിൻ വർക്ക്. എഞ്ചിൻ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ബാലൻസ് ചെയ്യും. ബോഡി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡോറൊക്കെ സെറ്റ് ചെയ്ത ശേഷം
then sandblast ചെയ്യും. ഓക്കെ. ഓ, സാൻഡ് ബ്ലാസ്റ്റിംഗ് ആണ്. Sandblast ചെയ്യും. എല്ലാ വണ്ടിയും sandblast ചെയ്യും. Sandblast ശേഷം then പുട്ടിയൂരിട്ട് പെയിന്റിങ്. പെയിന്റിംഗ് ആണ്. ഓക്കെ. ഇല്ല പറഞ്ഞ പെയിന്റിന്റെ തിക്നെസ് ഉണ്ടാവും, പെട്ടെന്ന് പൊള്ളാൻ ചാൻസ്. ആ, ഓ, ഓക്കെ ഓക്കെ. ഇതിൽ എനിക്ക് കാണാം ഇതിന്റെ ഈ വാൽവ് കവറൊക്കെ ഇത് പിന്നെ ക്രോം പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാണാൻ ഭംഗിയുണ്ടാവും. ഹൂഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിരിക്കും. ഒരു പുതിയൊരു എഞ്ചിൻ മാറി ഉണ്ടാവും. നമ്മളിപ്പോ ഷോറൂം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതേപോലെയാണ്. ടോപ്ലിനോ ആണ്. ഡിക്കിൽ പോട്ടുറിങ്ങ ഇറ്റാലിയനിലെ ടോപ്പൊലീനോ എന്ന് പറയും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫിയറ്റിന്റെ ടോപ്പൊലീനോ എന്ന് പറയുന്ന കാറാണ്. ഇറ്റാലിയനിലെ ടോപ്പൊലീനോ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ മൗസ് എന്നാണ്. അങ്ങനെ ഒരു ടോപ്പൊലീനോ ആണ് രാജേഷ് ചേട്ടന്റെ ഫാക്ടറിയിൽ. രാജേഷ് ചേട്ടൻ അതിന് ഫാക്ടറി എന്നാണ് വിളിക്കുന്നത്, വർക്ക്ഷോപ്പ് എന്നല്ല. ഫാക്ടറിയിൽ രജിസ്ട്രേഷൻ ആയിട്ട് വന്നിരിക്കുന്നു. ടോപ്പൊലീനോ കംപ്ലീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്തു. കംപ്ലീറ്റ് ഈച്ച് നെറ്റ് ബോൾട്ട് അടക്കം നമ്മൾ ബഫ് ചെയ്ത് അതിന്റെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇനി ഡയറക്റ്റ് മാറ്റാണ്. ഇപ്പൊ കമ്പനിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങണ്ടോ അതേമാതിരി ബുഷും എല്ലാം ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. ഓ, ഓക്കെ ഓക്കെ. ഇത് ടോപ്പൊലീനോയുടെ ഒറിജിനൽ എഞ്ചിനാണ്. ഒറിജിനൽ എഞ്ചിനാണ്. എത്ര സി സി ആണ് ചേട്ടാ ഇത്? ഇത് 3 പിസ്റ്റൺ ആണ്. 3 സിലിണ്ടർ. 600 cc വരും. 600 cc 3 സിലിണ്ടർ. ഏത് മോഡലാണ്? ഏത് ഇയർ ഓഫ്? ഇത് 58 ആണ്. ഇതൊരു സ്വിറ്റ്സർലാൻഡ് ഓണറാണ്. ഓ, ഫോറിനർ ആണ്. ഓക്കെ ഓക്കെ. അയാള് കംപ്ലീറ്റ് ഇവിടെ തന്നെ പണിയണം പറഞ്ഞിട്ട് അയാള് ഊട്ടിയിലാണ് താമസം. ഇന്ത്യനെ മാരേജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അവരുടെ വണ്ടി കംപ്ലീറ്റ് ഒറിജിനാലിറ്റി കൊണ്ടുവരണം. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ ഇറ്റാലിയിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. ഇപ്പോഴും ഈ പഴയ 58 മോഡൽ സ്പെയർസ് ഒക്കെ അവിടെ മാനുഫാക്ചർ മാനുഫാക്ചർ എല്ലാം ഈ റീഫർബിഷ് സാധനങ്ങൾ കിട്ടാൻ ആണല്ലേ? ഓ, നമ്മുടെ ഇവിടെ അംബാസിഡർ 1958 മോഡൽ അംബാസിഡർ ഇതിന് എല്ലാ സാധനം കിട്ടില്ലേ, അതേപോലെ തന്നെയാണ്. ഇത് ലാൻഡ് മാസ്റ്റർ അല്ലേ? വുഡിയാണ്. ലാൻഡ് മാസ്റ്ററിന്റെ വുഡി അല്ലേ? വുഡിയാണ്. ഓക്കെ. കാര്യം ഹുഡ് കണ്ടപ്പം അംബാസിഡറിന്റെ ഹുഡ് പോലെ അല്ലല്ലോ. അല്ല, ഇത് ലാൻഡ് മാസ്റ്റർ. ഇത് ലാൻഡ് മാസ്റ്റർ കംപ്ലീറ്റ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് മാസ്റ്റർ പറഞ്ഞ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കപ്പ് വരും. കറക്റ്റ്. മറ്റേത് OHB ആകുമ്പോൾ ഈ സാധനം ഉണ്ടാവില്ല, അംബാസിഡർ ടൈപ്പ് ആയിരിക്കും. അതെ. പിന്നെ ഈ ലോഗോയും ഡിഫറെന്റ് ആണ്. മോണോഗ്രാം ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓൺലി ലാൻഡ് മാസ്റ്ററിൽ മാത്രമേ ഈ അതെ അതെ. ലാൻഡ് മാസ്റ്ററിന് സ്റ്റേഷൻ വാഗൺ വന്നിരുന്നു എന്നുള്ളതും ഒരു വളരെ. ഇത് കേരളത്തെ വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ. ഓണർ വന്നത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് 1958 അല്ലേ? 1958. അപ്പം ലാൻഡ് മാസ്റ്ററിന്റെ ലാസ്റ്റ് ഒരു കാലഘട്ടത്തിലുള്ള. അതെ 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 അതെ. ചേട്ടാ, ഇത് ഓസ്റ്റിൻ 7 അല്ലേ? റൂബി അല്ലേ? ഓസ്റ്റിൻ 7 റൂബി അല്ലേ? ഇത് ഏത് മോഡലാണ്? 1928. 1928 എന്ന് പറയുമ്പം ഏതാ? ഇത് വിന്റേജിൽ പെടും അല്ലേ? ഓക്കെ. അപ്പം ഇത് ഒറിജിനൽ റേഡിയേറ്റർ ആണ്. ഒറിജിനൽ റേഡിയേറ്റർ ലീക്കേജ് ഉണ്ടാവും, ബിക്കോസ് ഇവിടെയാണല്ലോ മാക്സിമം വെള്ളത്തിന്റെ ചൂട് വെള്ളം ഇതൊക്കെ. അപ്പൊ ഈ ഏരിയ നമ്മൾ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ MC-ലും ഇതും വെച്ചിട്ട് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. വെൽഡ് ശേഷം അതിന് ശേഷമാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഇതിന്റെയും പാർട്സുകളെല്ലാം അവൈലബിൾ ആണ്. പാർട്സ് കിട്ടും. അതായത് നമ്മൾ മിക്കതും ഇപ്പോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ അല്ല, ഇത് കംപ്ലീറ്റ് ഈ എഞ്ചിൻ കംപ്ലീറ്റ് റീഫാബ്രിഷ് ചെയ്ത എഞ്ചിനാണ്. കംപ്ലീറ്റ് പിസ്റ്റൺ റിങ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്തു. ലണ്ടനിൽ നിന്ന് കംപ്ലീറ്റ് ഇമ്പോർട്ട് ചെയ്ത് അതിന് പിന്നെ ബോർ ചെയ്യണം. എഞ്ചിൻ ബോർ ചെയ്ത് നമ്മൾ ലോക്കലായി ബോർ ചെയ്ത് സ്ലീവ് ഇറക്കി നമ്മൾ അത് വർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആക്കിയായിരിക്കും. ഇത് റണ്ണിങ് കണ്ടീഷൻ ആകും. ഇപ്പൊ ചേട്ടൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ആക്രി പരുവത്തിലായിരിക്കും അല്ലേ? അവര് ഇതൊക്കെ വന്നൊരു ഫാമിലി പൊസിഷൻ വെഹിക്കിൾ ആയിരിക്കും. അവർ അച്ഛന്റെ വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ വണ്ടിയായിരിക്കും. അത് അങ്ങനെ വീട്ടിലൊരു ബാക്കിൽ കിടന്ന് അവർക്ക് അവരുടെ അച്ഛന്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ ഓർമ്മയ്ക്ക് ഫാമിലി ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ഒരു ബ്രാൻഡ് ന്യൂ എഞ്ചിൻ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. ചേട്ടാ, ഇത് സ്റ്റുഡിബേക്കർ അല്ലേ? സ്റ്റുഡിബേക്കർ റോഡ്സ്റ്റർ ആണ് അല്ലേ? കൺവേർട്ടബിൾ. കൺവേർട്ടബിൾ ആണ്. ക്യാൻവാസ് ടോപ്പ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. അത് ശരി. ഇത് ഏത് മോഡലാണ്? ഇവിടെ 1955. ഓക്കെ. അഗൈൻ വിന്റേജ് അല്ല, ക്ലാസിക്കലാണ്. ഇത് ക്ലാസിക്കൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും ഇങ്ങനത്തെ ഇതൊക്കെ ഒരു അമേരിക്കൻ മസിൽ കാർ അല്ലേ? V8 എഞ്ചിൻ ആണോ? അല്ല, സ്ട്രൈറ്റ് 6 ആണ്. ഇൻലൈൻ 6 സിലിണ്ടർ അല്ലേ? ഓക്കെ ഓക്കെ. ഈ എൻജിൻസിന്റെ ഒക്കെ പാർട്സ് ഒക്കെ പാർട്സ് ഇല്ലെങ്കിൽ നമുക്ക് മാക്സിമം അതിന്റെ ഒരു സിമിലാരിറ്റി പാർട്സ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിൽ എനിക്കൊരു സോളിനോയിഡ് കാണാമല്ലോ, സോളിനോയിഡ് സ്വിച്ച്. അതെ, ഇഗ്നിഷന് വേണ്ടി വരും. മുമ്പ് പെഡൽ സ്റ്റാർട്ട് ആയിരിക്കും, നമ്മളത് പെഡൽ സ്റ്റാർട്ട് മാറ്റിയിട്ട് നമ്മള് ഇതൊക്കെ പെഡൽ സ്റ്റാർട്ട് ആണ്. പണ്ട് പെഡൽ സ്റ്റാർട്ട് ആണ്. അതെങ്ങനെ പെഡൽ സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ കാണുന്നില്ലേ, അതാണ് സ്റ്റാർട്ട്. ഓ, അത് പെഡൽ സ്റ്റാർട്ട് ആണ് അല്ലേ? അല്ലാതെ ഡിപ്പർ അല്ല, ഹെഡ്ലൈറ്റ് ഡിപ്പേഴ്സ് അല്ല, ഇത് പെഡൽ സ്റ്റാർട്ട് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് വെച്ച് കൊണ്ട് സ്റ്റാർട്ട് ആയാല് ഡിപ്പർ സ്വിച്ച് പറയുന്നത് എവിടെ ഉണ്ടാവും? ഓ, ലെഫ്റ്റിലാണോ? ലെഫ്റ്റിലുണ്ടാവും. ക്ലച്ചിന്റെ സൈഡിലുണ്ടാവും.
ഓക്കെ ഓക്കെ. എല്ലാം പണ്ട് കാലത്ത് തന്നെ അത് അങ്ങനെയാണ്. ഇതിന് പെഡൽ സ്റ്റാർട്ട് ആയിരുന്നു അല്ലേ? നമ്മളിപ്പോ പെഡൽ സ്റ്റാർട്ട് മാറ്റിയിട്ട് അത് നോർമൽ ഇതാക്കുകയാണ്. അത് എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ അല്ല, അത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ക്ലച്ചിന്റെ സൈഡിൽ പോയി കാല് വെക്കും, അത് ഇഗ്നിഷൻ സ്റ്റാർട്ട് ആവും. ഓക്കെ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇതിന്റെയൊക്കെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് എലമെന്റ്സ്, ലൈക്ക് ഇവിടെയൊക്കെ മറ്റേ പാർക്കിംഗ് ലാമ്പ് ഒക്കെ പോകുന്ന അങ്ങനെയുള്ളതൊക്കെ. ഈ സാധനങ്ങൾ ഇപ്പൊ ഈ വണ്ടി വന്നിട്ട് ഒരു 2 months ആയി, ബാംഗ്ലൂരിൽ നിന്നാണ്. ഇതിന്റെ കംപ്ലീറ്റ് സാധനം ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്, എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാർസൽ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. കംപ്ലീറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ വണ്ടി നല്ല ഭംഗിയായിരിക്കും. ശരി. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അല്ലേ? റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, ഓസ്ട്രേലിയൻ മേക്കാണ്. ഓസ്ട്രേലിയൻ ആണോ? ഓക്കെ. സ്റ്റുഡിബേക്കർ ഓസ്ട്രേലിയൻ ആണ്? ഓസ്ട്രേലിയൻ ഉണ്ട്, ഇന്ത്യയിലുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഓക്കെ ഓക്കെ. ശരിക്കും ഒറിജിനലി അമേരിക്കൻ കാറാണ്. പ്ലാന്റ് വന്നിട്ട് പല സ്ഥലത്തുണ്ട്. ഓക്കെ ഓക്കെ. ഓസ്ട്രേലിയ US കൺവെർട്ടബിൾ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് ഇല്ല. ശരിയാണ്, ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയൻ സ്പെക്സ് ആയതുകൊണ്ട് ഒറിജിനലി ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് തന്നെ ആയിരുന്നു. ഒറിജിനൽ റൈറ്റ് ഹാൻഡ് ആണ്. മറ്റേ സ്റ്റീരിംഗിന്റെ ഇത് നോക്കിയാൽ മൗണ്ടിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെയാണ്. ഒന്നും മാസ്ക് ചെയ്ത പോലെ തോന്നുന്നില്ല. ഡാഷ്ബോർഡ് നോക്കി അറിയാൻ പറ്റും, ഡാഷ്ബോർഡ് റൈറ്റ് ആണ്, റൈറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇത് എയർ കണ്ടീഷൻ ആണോ എയർ കൂളർ ആണോ? ഫാൻ ആണ്. ഇത് ആക്ച്വലി സ്പീക്കറിന്റെ ബോക്സ് ആണ്. ഓക്കെ ഓക്കെ. ഫാൻ ഉണ്ടോ ഇതിന്? ഫാൻ ഇല്ല, സ്പീക്കർ ബോക്സ് ആണ്. സ്പീക്കർ ബോക്സ് ആണ്. ഇത് കോളം ഷിഫ്റ്റ് ആണ് അല്ലേ? കോളം ഷിഫ്റ്റ് ആണ്. എത്ര സ്പീഡാണ്? 3 സ്പീഡ് ആണ്. 3+1 ആണ്. താഴോട്ട് അംബാസഡർ സെക്കൻഡ് ഗിയർ വരുന്നിടത്താണ്. നമ്മുടെ റിവേഴ്സ് ആണ് ഫസ്റ്റ്, സെക്കൻഡിന്റെ അവിടെ ഫസ്റ്റ് വരും, ഓപ്പോസിറ്റ് സൈഡിൽ. ഓക്കെ ഓക്കെ. ഇത് ആ കാലത്തെ മിക്കവാറും അമേരിക്കൻ കാസിനെല്ലാം ഇങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഡോഡ്ജ് നോക്കിയാലും എല്ലാ വണ്ടികൾക്കും 3 ഇപ്പൊ ഈ വണ്ടി ഡോഡ്ജ് കിങ്സ്വേ ആണ്. ഇത് ഡോഡ്ജ് കിങ്സ്വേ ആണ് അല്ലേ? ഇതിനും കംപ്ലീറ്റ് സാധനങ്ങൾ നോക്കി കഴിഞ്ഞാൽ 3+1 ഗിയർ ബോക്സ് ആണ്. ഓക്കെ. ഇതെല്ലാം ശരിക്കും പറഞ്ഞ അന്നത്തെ കാലത്തെ മസിൽ കാസ് ആണ് അല്ലേ? ഹെവി മെറ്റൽ ആണ്. ഹെവി മെറ്റൽ, 18 kg മെറ്റൽ ആണ്. 18 kg മെറ്റൽ ആണ് അല്ലേ? ഇതിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ടാറ്റ 407ന്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു മാസീവ് ഒരു വണ്ടിയാണ്. ഇതും ഇൻലൈൻ 6 സിലിണ്ടർ തന്നെയാണ്. സെയിം എഞ്ചിൻ. ഇത് എല്ലാ സൈഡ് വാൾ എഞ്ചിനാണ്. സൈഡ് വാൽ ആണ്. സൈഡ് വാൾ എഞ്ചിനാണ്. പെർഫോമൻസ് മോശം. മറ്റേത് എഫ് ടൈപ്പ് വരുമ്പോഴാണ് വാട്ടർ സർക്കുലേഷൻ കുറച്ചുകൂടി കൂടും. ഇതിൽ വാട്ടർ സർക്കുലേഷൻ കുറവാണ്. KL 90001, അതായത് പാലക്കാട്ടെ ഫസ്റ്റ് രജിസ്റ്റേർഡ് കാറാണ്. പാലക്കാട് ആ ഒരു KL 9 സീരീസിലെ ഫസ്റ്റ് വണ്ടിയാണ്. ഇത് കൊള്ളാലോ ചേട്ടാ. ഇത് ആരാണ് ക്ലയന്റ്? ഇത് നമ്മുടെ വണ്ടി തന്നെയാണ്. അച്ഛന്റെ വണ്ടിയായിരുന്നു. അത് അച്ഛൻ മരിച്ചു, അത് വിറ്റു. കുറെ സ്റ്റോറി ഉണ്ട് വണ്ടിയിൽ, ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. അത് വിറ്റു. അത് സ്ക്രാപ്പിലേക്ക് പോകുമ്പോൾ എന്റെ കണ്ണിൽ വണ്ടി കണ്ടു. യാദൃശ്യമായിട്ട് എന്റെ മുമ്പിൽ വന്നു നിന്നു. അങ്ങനെ ഇതിന് വളരെ ഒരു ഹിസ്റ്ററി ഉള്ള കാറാണ്. അപ്പൊ അത് അന്ന് മുതൽ എന്റെ തന്നെയാണ് ഈ വണ്ടി. അപ്പൊ ചേട്ടന് എത്ര വയസ്സുള്ളപ്പോഴായിരിക്കും ഈ വണ്ടി എടുത്തത്? എനിക്കിതിപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20 വയസ്സ് ആ റേഞ്ചിലാണ് ഈ വണ്ടി എന്റെ കയ്യിൽ കിട്ടുന്നത്. അതിന് മുമ്പ് അച്ഛന്റെ വണ്ടിയായിരുന്നു. അച്ഛന്റെ വണ്ടി അല്ല, അപ്പം അതിനു മുമ്പായിരുന്നോ? 86 മോഡലാണ്. 86 ആണ്. ഓക്കെ ഓക്കെ. ചേട്ടന് ഇത് തിരിച്ചു കിട്ടുന്നത് ചേട്ടന് 20 വയസ്സ്? അല്ലല്ല, അത് തിരിച്ചു കിട്ടുന്നത് റീസെന്റ് ഒരു 10-15 ഇയേഴ്സ് ബാക്ക്. ഓക്കെ ഓക്കെ. ഈ 2010 ആ റേഞ്ചിൽ കിട്ടിയതാണ്. ഓക്കെ ഓക്കെ, ശരി. അത് മാത്രമല്ല, അത് ഒറിജിനൽ കാർബറേറ്റർ പെട്രോളാണ്. ഞാനത് ECM ആക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ECM ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, യൂസ് ചെയ്യാൻ നന്നായിരിക്കും, ഡിപ്പെൻഡബിൾ ആയിരിക്കും. വണ്ടി ബ്രേക്ക് ഡൗൺ ആൻ ചാൻസസ് കമ്മിയാണ്. പിന്നെ പെർഫോമൻസും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മൈലേജ് കിട്ടും. AC ഇടുമ്പോൾ നമ്മളൊന്ന് ഒരു പുള്ളിങ് കുറച്ച് കുറയും, മറ്റേതാകുമ്പോൾ അത് ബാലൻസ് ചെയ്തോളൂ. അപ്പൊ അതിന് വേണ്ടി 1.8 ഇസുസു ആ എഞ്ചിൻ തന്നെയല്ലേ? ഇത് പീസസ് തന്നെയാണ്. പക്ഷേ ECM ആക്കിയെന്നേ. ECM പെട്രോൾ കാർബറേറ്റർ മാറ്റി ECM ആക്കിയിരിക്കുകയാണ്. ഇതാണ് ECMന്റെ യൂണിറ്റ്. അതെ. ഓക്കെ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വയറിംഗ് കുറച്ച് മാറ്റം വരും. ഒബ്വിയസ്ലി ആ പവർ സപ്ലൈ ഒക്കെ. ഇതിന്റെ മറ്റേ ഫ്യൂലിന്റെ വയറിംഗ് മാറും. പിന്നെ ഇൻടേക്കിന്റെ എയറിന്റെ സെൻസർ ഉണ്ട്. പിന്നെ എക്സോസ്റ്റിന്റെ സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്യണം. അതിനനുസരിച്ചാണ് ഇത് ഈ ECM വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ക്ലയൻസിന്റെ അബ്രോഡുള്ള ക്ലയൻസ് ആണ്. ഇപ്പോഴത്തെ ഒരു 1-2-3 അല്ലേ? 1-2-3 ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻസിന് അവരിപ്പോ എല്ലാം UAE-ലും ഇതിലൊക്കെയാണ് ജോബ്. ബട്ട് അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുന്ന വണ്ടി 1-2-3 1-2-3. അതെ, ടോപ്പ് ഓഫ് മൈൻഡ് വരുന്നത്. അതെ. ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1, 2, 3. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കിഡ്സിനെ ഒഴിച്ചാൽ അപ് ടു 80s 90s കിഡ്സിന് വരെ ബെൻസ് എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ ഇമേജ് വരുന്നത് 1, 2, 3 തന്നെയാണ്. 1, 2, 3. കാര്യം അത്രയും പോപ്പുലർ ജസ്റ്റ് ഇൻ സ്പാൻ ഓഫ് 10 years അതെ, അത്രയും റെക്കോർഡ് പക്ഷെ ഏറ്റവും ബെൻസിൽ തന്നെ ചന്തമായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മറ്റേ എന്താ പറയാ ഒരു ഫാഷനൈസ്ഡ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ആണ്. ഓക്കെ ഓക്കെ. ആൻഡ് അതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, എല്ലാം സിമ്പിൾ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ്. ഇപ്പോഴത്തെ പോലെ ഇലക്ട്രോണിക്സും സെൻസേഴ്സും ഒന്നുമില്ല, ഒരു സാധനമില്ല. നമ്മൾ നോർമലായിട്ട് ഏത് വർക്ക്ഷോപ്പിലും നമുക്ക് കൊടുത്ത് നേരാക്കി ഓടിക്കാൻ പറ്റുന്ന കാറാണ്. നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഈ 1, 2, 3 ഒക്കെ ഒരുമാതിരി നല്ല എലൈറ്റ് ക്ലാസ് ആയിരുന്നു ആ കാലത്ത് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിലും അങ്ങനത്തെ കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇത് ശരിക്കും ഒരു വർക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ വർക്ക്സ് ലൈക്ക് എ ഡോങ്കി എന്ന് തന്നെ പറയാം. അതിനെക്കാട്ടിലും മോശമായിട്ട് പറയാം. അതെ അതെ അതെ. എന്താ പറഞ്ഞാൽ അവിടെ ഈ സാധനങ്ങളൊക്കെ മുകളിൽ വെച്ച് ഒരു മിനി ട്രക്കായിട്ട് യൂസ് ചെയ്യാം. കറക്റ്റ്, എക്സാക്ട്ലി. അത് തന്നെയല്ല, മെയിൻ്റെനൻസ് ഇല്ല. ഡോറൊക്കെ ചിലപ്പം ഇതിന്റെ എല്ലാം ഇളകിയിട്ട് കയറിട്ട് കെട്ടി വെച്ചും പോകുന്നതൊക്കെ ഒരുപാട് വഴി നിൽക്കില്ല. ബിക്കോസ് ഇതിന് എഞ്ചിൻ വന്നിട്ട് നമ്മുടെ OMC 6 ആണ് ഒന്നാമത്. പിന്നെ നമ്മുടെ ട്രാവലർ ഒക്കെ ഇല്ലേ, ഓൾമോസ്റ്റ് സെയിം എഞ്ചിനാണ്. അതാ ബിൽറ്റ് ടു അബ്യൂസ് എന്നാ പറയുന്നത്. ഇതിന് ഒരു മെയിൻ്റെനൻസ് വേണ്ട, ഓയിൽ പോലും ഒഴിച്ചില്ലെങ്കിൽ പോലും വണ്ടി ഓടിക്കോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ചേട്ടാ, ഇപ്പം ഇവിടെ ഞാനിപ്പോ മനസ്സിലാക്കിയത് മെക്കാനിക്കലും ടിങ്കറിങ്ങും വർക്ക് ചെയ്യുന്നതായിട്ടാ. അപ്പൊ ഇലക്ട്രിക്കലും അപ്പോൾസ്ട്രി ഒക്കെ ചേട്ടൻ ഇൻഹൗസ് ആണോ? എല്ലാം ഇൻഹൗസ് ആണ്. പെയിന്റിങ്, അപ്പോൾസ്ട്രി, മെക്കാനിക്കൽ, ഡെന്റിങ് എല്ലാം ഇൻഹൗസ് തന്നെയാണ്. അപ്പൊ ഇലക്ട്രിക്കൽ നമ്മുടെ വിൻഷീൽഡ് അടക്കം ഇൻഹൗസ് ആണ്. ഞങ്ങളിപ്പോ ചില വണ്ടികൾ ക്രാക്കായി വരും, നമ്മളിവിടെ ഉണ്ടാക്കും, ഡൈ വെച്ചുണ്ടാക്കും. ഉണ്ടാക്കും അല്ലേ? വിൻഷീൽഡ് വരെ ഉണ്ടാക്കും. വിൻഷീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, റബ്ബർ ഉണ്ടാക്കുന്നുണ്ട്, ബീഡിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആണല്ലേ? ഓ, അപ്പം ശരിക്കും ഫാക്ടറി എന്ന് പറയുന്നത് ബൈ റിയൽ സെൻസ് അതെ. നിങ്ങൾ എല്ലാരും പറയുന്നത് വർക്ക്ഷോപ്പ്. ഞങ്ങളിത് വർക്ക്ഷോപ്പേ അല്ല, ഫാക്ടറി. ഇതൊരു എന്താ പറയാ, ഒരു കാറ്, നിന്നുപോയ കാറ് നമ്മൾ ആ പഴയപടി ഷോറൂം കണ്ടീഷനിലേക്ക് പുറത്ത് കൊണ്ടുവരികയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ജോബ്. രാജേഷ് ചേട്ടന്റെ ആ ഒരു പാഷന്റെ ബാൻഡ് വിഡ്ത്ത് കാണണമെങ്കിൽ ഇതും കൂടെ കാണണം. സ്കെയിൽ മോഡൽസിന്റെ ഒരു വാസ്റ്റ് കളക്ഷൻ തന്നെയാണ്. നമ്മൾ സ്കെയിൽ മോഡൽസിന്റെ കളക്ഷൻ ഉള്ള വേറെ ഒരു ബിനു എന്ന് പറയുന്ന ഒരു സാറിനെ നേരത്തെ ഇന്റർവ്യൂ ചെയ്തതാ. അത്രയും നമ്പർ ഓഫ് കളക്ഷൻസ് ഇല്ലെങ്കിലും ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് കാർസ് ഇവിടെ കാണാൻ പറ്റും. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു രാജേഷ് ചേട്ടൻ ആൻഡ് ഹിസ് ഫാമിലി for collecting and maintaining such beautiful die-cast toys. Die-cast മാത്രമല്ല, അല്ലാതെ പ്ലാസ്റ്റിക് ടോയ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ കാണുന്നതൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന, ഇപ്പം ഇലക്ട്രിക് കാർസ് ആണെങ്കിൽ, ഇലക്ട്രിക് ടോയ്സ് ആണെങ്കിൽ ഇതൊക്കെ സൈക്കിളിൻ്റെ പോലെ പെഡൽ ചെയ്യുന്ന ടൈപ്പും ഒക്കെയാണ്. അതും ഇവിടെ കാണാൻ പറ്റും. മാം, ഫാക്ടറി മാത്രമല്ല, ഇങ്ങനെ ഒരു ഡൈകാസ്റ്റ് ടോയ്സ് അല്ലെങ്കിൽ സ്കെയിൽ മോഡൽസിന്റെ തന്നെ ഒരു വാസ്റ്റ് കളക്ഷൻ കാണാം. ഇത് കണ്ടാൽ അറിയാം ഈ അടുത്ത കാലത്തൊന്നും അക്വയർ ചെയ്ത ടോയ്സ് ഒന്നും അല്ല അല്ലേ? അല്ല, ഇത് വന്നിട്ട് ശരിക്കും രാജേഷിന്റെ ഏജ് 0 തൊട്ടുണ്ട്. ഇത് വന്നിട്ട് മൂപ്പറിന്റെ ഗ്രാൻഡ് ഫാദർ ചെറിയ കുട്ടിയായിട്ട് 6 മാസ കുട്ടിയായിട്ട് ഇരുത്തി വലിച്ചുകൊണ്ട് പോയില്ലേ. അത് ആക്ച്വലി അതിന് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. ബിക്കോസ് അതിന് നേരാക്കി നീറ്റാക്കി വെച്ചാൽ പിന്നെ പുതിയതുപോലെ ഉണ്ടാവും പറഞ്ഞത് ആന്റിക്വിറ്റി ഇരിക്കാൻ വേണ്ടിട്ട് അത് അങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഓടിച്ചുകൊണ്ടിരുന്ന മൂപ്പരുടെ ടോയ്സ് ആയിരുന്നു. പിന്നെ ഈ കളക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ എങ്ങനെ പറഞ്ഞാൽ രാജേഷിന്റെ വീട് വലിയൊരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. പ്ലസ് അവർ കുറെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ രാജേഷിനെ കുറച്ച് നേരം തനിച്ച് വീട്ടിൽ വിട്ടിട്ട് പോകണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി മേടിച്ചു കൊടുക്കും. അങ്ങനെയാണ് കളക്ഷൻ ഇങ്ങനെ. പിന്നെ ചെറിയ കുട്ടി തൊട്ട് വലുതാവന വരെ ഒരു ടോയിന്റെ വീൽസോ കേടുവരുത്തോ പൊട്ടിക്കോ ഒന്നും ചെയ്യില്ല. അത്രയും സൂക്ഷിച്ചു നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മക്കൾ 2 പേരും ഡോട്ടേഴ്സ് ആയിരുന്നാലും രാജേഷ് വന്ന് ഫസ്റ്റ് തൊട്ട് കാർസ് തന്നെ മേടിച്ചു കൊടുത്തിട്ടില്ല. അവര് ഡോൾസ് വെച്ച് വളർന്നിട്ടേ ഇല്ല. രാജേഷ് ആൻഡ് അവർ 2 ഡോട്ടേഴ്സ് കളക്ഷൻ. അത് മാത്രമല്ല, രാജേഷിന്റെ നീസിന്റെ കുട്ടികൾ ഫോറിനിൽ നിന്ന് വരുമ്പോ, അതായത് ലിറ്റിലീസ് ഗ്രാൻഡ് ഡോട്ടർ, അവര് വരുമ്പോ തന്നെ ഫോറിനിൽ നിന്ന് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷിന് ഒരു വണ്ടി മേടിച്ചിട്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ബേസ് ഉള്ളതൊക്കെ. ഇതൊക്കെ മക്കള് പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ UK പഠിക്കുമ്പോ തിരിച്ചു വരുമ്പോ ഒക്കെ ഓരോരോ പ്രാവശ്യം ഓരോരോ അങ്ങനെ മേടിച്ചിട്ട് വന്നതാ രാജേഷിന്. അപ്പൊ മക്കളും രാജേഷിന് തിരിച്ചു വാങ്ങിച്ചു കൊടുത്തത് വണ്ടികൾ തന്നെ. അപ്പൊ അതിന്റെ കളക്ഷൻസ് ശരിക്കും his entire lifespan you can see in this whole thing. All the vehicles are കുട്ടികൾ അതുപോലെ കേടുവരുത്തേയില്ല. So this is the entire family is എന്താ പറയാ, you can see is age 0 till today. ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണോ നമ്മള്. whenever രാജേഷ് ഒരു ബർത്ത്ഡേയോ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും we don't buy clothes or അപ്പൊ മക്കൾ എന്തെങ്കിലും അച്ഛനൊക്കെ മേടിച്ചു തരുന്നു പറഞ്ഞ കാർ മേടിച്ചിട്ട്
So most of it are like that. These are tin toys. ഇതാണ് ഏറ്റവും പഴയത് ഫസ്റ്റ് ടോയ്സ്. ആദ്യകാലം ടോയ്സ് വരുന്നത് ഈ ടിൻ കൊണ്ട് ഉണ്ടാക്കിയ ടോയ്സ്. ഇവിടെ ഉള്ളത് ഇതൊക്കെ പഴയതാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഡൈകാസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങി. മച്ച് ലേറ്റർ. അതെ, പ്ലാസ്റ്റിക്സും കാണാം കുറച്ചൊക്കെ അല്ലേ? വെരി ഫ്യൂ പ്ലാസ്റ്റിക്സ് ആർ വെരി ഫ്യൂ. ആൻഡ് ദീസ് ട്രെയിൻ മോഡൽസ് ഒക്കെ രാജേഷ് മെല്ലെ കളക്ഷൻ തുടങ്ങിയിട്ടല്ലോ. ഹി വാണ്ട്സ് ടു സെറ്റ് അപ്പ് എ കംപ്ലീറ്റ് റെയിൽ മോഡൽ. He wants to set up. അതിനുള്ള ഒരു കളക്ഷൻസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫുൾ ഒരു റൂം ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യണം. ഇങ്ങനെ മൗണ്ടൻസ് അങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ചേട്ടാ, അപ്പം ഞങ്ങൾക്ക് സമയം തന്നതിൽ വളരെ നന്ദി. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ ചേട്ടൻ ഈ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നെങ്കിലും ഇതിലെ വഴിയെ വരുമ്പോഴേ, ഹൈവേ കൂടെ വരുമ്പോൾ ഞാൻ കുറേ വണ്ടികൾ കിടക്കുന്ന കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ് തോന്നിയത്. ഒരു സ്ക്രാപ്പ് യാർഡാണെന്നാണ് തോന്നുന്നത്. പിന്നെ നോക്കിയപ്പോൾ ലൊക്കേഷൻ ആണ്. അപ്പൊ ചേട്ടൻ റിസ്റ്റോർ ചെയ്യാനുള്ള വെഹിക്കിൾസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന ഒരു സ്ക്രാപ്പ് മാർക്കറ്റ് അല്ല, നേരെ മറിച്ച് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കാത്തു നിൽക്കുന്ന പേഷ്യൻസ് ആണ്. ഇതെല്ലാം രജിസ്ട്രേഷന് കൊണ്ടുവന്ന 100 കണക്കിന് കാറുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിപ്പോ ഈ ഫാക്ടറിക്ക് അകത്തുള്ള വാഹനങ്ങളായത്. ഇതിനേക്കാൾ 10 മടങ്ങ് വാഹനങ്ങൾ പുറത്ത് രജിസ്ട്രേഷൻ ആയിട്ട് ഡോക്ടറിന്റെ സമയം വെയിറ്റിംഗ് ലിസ്റ്റ്. ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പം ചേട്ടന്റെ ഈ ഫാക്ടറിയിൽ വാഹനങ്ങൾ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ രാജേഷ് ചേട്ടന്റെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ലൊക്കേഷനും കൂടെ ഷെയർ ചെയ്യാം. അപ്പം വിൻറ്റേജ്, ക്ലാസിക്, സൂപ്പർ ക്ലാസിക് വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾ ഉള്ളവർ രജിസ്ട്രേഷന് രാജേഷ് ചേട്ടൻ്റെ അടുത്ത് മോസ്റ്റ് വെൽക്കം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.